Hi students, SLC IT model examile Python ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ നോക്കാം. A Python program and its output 1 is given here. അപ്പോൾ ഇതിനകത്തൊരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് 1 ആണ് ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം ഇതിൽ ചേഞ്ചസ് വരുത്തിയിട്ടാണ് ഔട്ട്പുട്ട് 2 ചെയ്യേണ്ടത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. Type the given program and run it as to get the first output. Rewrite the same program to get a second output. ആ ഒരു പ്രോഗ്രാമിൽ തന്നെ നമ്മൾ ചേഞ്ചസ് വരുത്തിയിട്ട് സേവ് ചെയ്താൽ മതി. അല്ല ഇതിനായിട്ട് വേറൊരു ഫോൾഡറിൽ പിന്നെ സേവ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഒന്ന് ചെയ്യുന്നത് നോക്കുക. ആപ്ലിക്കേഷൻസിൽ ആദ്യം ഓപ്പൺ ചെയ്യേണ്ട രീതിയാണ് ആപ്ലിക്കേഷൻസിൽ പ്രോഗ്രാമിങ്ങിൽ ഐഡിൽ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആദ്യ ഷെൽ വിൻഡോ ആണ്. അതിൽ നമ്മൾ ഫയലിൽ ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു വിൻഡോയിലാണ് നമ്മളിത് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഈ ഒരു പ്രോഗ്രാം നമ്മളിവിടെ ടൈപ്പ് ചെയ്യാം. പെൻ സൈസ് 3 കൊടുക്കുകയാണ്. ഫോർ I in റേഞ്ച് ബ്രാക്കറ്റിൽ 5 ഒരു കോളൻ കൊടുത്തു, എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം ഒരു സ്പേസ് കഴിഞ്ഞിട്ടാണ് ടൈപ്പ് ചെയ്യാനുള്ള കഴ്സർ വരുന്നത്. ഇനി കളർന്ന് കൊടുക്കുന്നു, അവിടെ ഗ്രീൻ ഇൻവെർട്ടർ കോമയിൽ തന്നെ കൊടുക്കുക. അപ്പോൾ ഇവിടെ തന്നതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യണം. റൈറ്റ് 60, അതേപോലെ ഫോർവേഡ് 100, കളർ റെഡ്, സർക്കിൾ 50. അപ്പോൾ ഇത്രയും നമ്മൾ ടൈപ്പ് ചെയ്ത് ഈ ഒരു പ്രോഗ്രാമിൽ തന്നത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ സേവ് ചെയ്യുക. അതിനായിട്ട് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. ഇവിടെ ഈ ഒരു ബാർ ജസ്റ്റ് നമ്മളിങ്ങനെ മൂവ് ചെയ്യിക്കുമ്പോൾ ഇവിടെ കാണാം exam 10 എന്നുള്ളത്. സെലക്ട് ചെയ്തിട്ട് എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക്. ഇവിടെ നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുത്തു. രജിസ്റ്റർ നമ്പർ കൊടുത്തിട്ട് _question നമ്പർ കൊടുക്കുക. അപ്പോൾ 3 ആണെങ്കിൽ ഗ്രൂപ്പ് 3ലെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 3 എന്ന് കൊടുത്തു, സേവ് എന്ന് കൊടുത്തു. അതിന് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റണ്ണിൽ റൺ മൊഡ്യൂൾ. അപ്പോൾ നമുക്കിവിടെ തന്നതുപോലെ ഒരു പ്രോഗ്രാം ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ കാണാം ഇതൊരു 5 ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതൊന്ന് 1 2 3 4 5 ലൈൻസ് ആയിട്ട് ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തന്നിരിക്കുന്ന എന്താണ് 6 ലൈൻസ് ഇവിടെയും കൂടി കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ കൊടുക്കേണ്ടത് എന്താ, ഫോർ I in റേഞ്ച് എന്നുള്ളിടത്ത് 6 കൊടുത്താലാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഈ ആദ്യം കാണുന്ന 4ൻ്റെ അവിടെയുള്ള 5 അത് നമ്മൾ ഡിലീറ്റ് ചെയ്യുക. അവിടെ 6 എന്ന് കൊടുത്ത് ഇനി നമ്മളോട് പിന്നെ എന്താ ചേഞ്ചസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, പിന്നെ പറഞ്ഞിരിക്കുന്ന ചേഞ്ചസ് ഇവിടെ റെഡ് ഉണ്ടായിരുന്നിടത്ത് ഗ്രീൻ കൊടുക്കുന്നു, ഗ്രീൻ ഉള്ളിടത്ത് റെഡും കൊടുക്കുക. അപ്പോൾ ഇവിടെ ഗ്രീൻ എന്നുള്ളിടത്ത് റെഡ് എന്ന് കൊടുത്തു. ഇനി നമ്മൾ റെഡ് എന്നുള്ള ഭാഗത്ത് ഗ്രീൻ എന്ന് കൊടുക്കുക. ഇതാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഫയലിൽ സേവ് എന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. നമ്മൾ കുറച്ച് ചേഞ്ചസ് മാത്രമാണ് വരുത്തിയത്, അത് ജസ്റ്റ് സേവ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ അത് സേവ് ആയിട്ടുണ്ടാവും. പിന്നെ ഒന്ന് റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുക. അപ്പോൾ ഇത് റൺ ചെയ്ത് വരുന്ന കാണാം. അപ്പോൾ നമുക്കിവിടെ ഔട്ട്പുട്ട് 2 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പൈത്തൺ പ്രോഗ്രാം ആൻഡ് ഇറ്റ്സ് ഔട്ട്പുട്ട് ഇസ് ഗീവൺ ഹിയർ. അപ്പോൾ ഇതാണ് ഒരു പൈത്തൺ പ്രോഗ്രാം ഇവിടെ തന്നിരിക്കുന്നത്. അത് നമ്മൾ ചെയ്താൽ അതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടുക. അതിനെ നമ്മൾ ഔട്ട്പുട്ട് 2 ആക്കി മാറ്റണം. അതിൻ്റെ മലയാളത്തിലെ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിച്ച ശേഷം ഈ പ്രോഗ്രാമിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്നതിനുള്ള പ്രോഗ്രാമായിട്ട് മാറ്റി ചെയ്ത് ആപ്ലിക്കേഷൻസിൽ പ്രോഗ്രാമിങ്ങിൽ ഐഡിൽ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഫയലിൽ ന്യൂ ഫയൽ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന പ്രോഗ്രാം അതേപോലെ ടൈപ്പ് ചെയ്യുക. പെൻ സൈസ് 3 എന്ന് കൊടുത്തു. ഇനി കളർ റെഡ്, ഇൻവേർട്ടർ കോമ ക്ലോസ് ചെയ്ത് കോമ, അത് കഴിഞ്ഞ് ഇൻവേർട്ടർ കോമയിൽ യെല്ലോ എന്ന് കൊടുക്കുന്നു.
ഇൻവേർട്ടർ കോമ ക്ലോസ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇനി അടുത്തത് ബിഗിൻ ഫില്ലെന്ന് കൊടുത്തു. ഉള്ളിൽ കളർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിഗിൻ ഫില്ല് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നത്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി 4i ഇൻ റേഞ്ച് കൊടുത്തു. കൊടുത്തു. കോളൻ കൊടുത്തു. എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ കുറച്ച് സ്പേസ് കഴിഞ്ഞ് വരുന്നുണ്ട്. ഫോർവേഡ്, ആ ലൂപ്പിനുള്ളിലെ കാര്യങ്ങളാണ്. ഫോർവേഡ് ബ്രാക്കറ്റിൽ 200 കൊടുത്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അതേപോലെ 4j ഇൻ റേഞ്ച് ബ്രാക്കറ്റിൽ 4 കൊടുത്തു. കോളൻ കൊടുത്തു. അതിൽ ഫോർവേഡ് 20 കൊടുത്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അതേപോലെ റൈറ്റ് 90 കൊടുത്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇനി ലെഫ്റ്റ്. അപ്പോൾ ലെഫ്റ്റ് എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ കാണാം, ഒരു ജസ്റ്റ് ഒരു സ്പേസ് പുറകോട്ടാണുള്ളത്. അപ്പോൾ നമ്മളൊന്ന് ബാക്ക് സ്പേസ് അടിക്കുക, എന്നിട്ട് ലെഫ്റ്റ് എന്ന് കൊടുക്കുക. ബ്രാക്കറ്റിൽ 162 കൊടുത്തു. അപ്പോൾ അത് ആദ്യത്തെ ഫോർ ലൂപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇതിലായിട്ട് വരുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ എൻ്റർ പ്രസ് ചെയ്താൽ നിങ്ങൾ നോക്കിയാൽ കാണാം എൻഡ് ഫില്ല് എന്നുള്ളത് ഇനിയും ബാക്ക് സ്പേസ്, ഒരു ബാക്ക് സ്പേസും കൂടി പ്രസ് ചെയ്തിട്ട് എൻഡ് ഫില്ലെന്നും കൂടി കൊടുക്കുക. അപ്പോൾ ഈ തന്നതുപോലെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഫയലിൽ സേവ് ആസ് എന്ന് കൊടുത്തു. ഇവിടെ നമ്മൾ ഈ ബാർ മൂവ് ചെയ്യുക. അപ്പോൾ എക്സാം 10ൽ നിങ്ങളെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. _question number 3 എന്ന് കൊടുത്തു. സേവ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. റണ്ണിൽ റൺ മൊഡ്യൂൾ. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ തന്നതുപോലത്തെ ഔട്ട്പുട്ട് 1 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഔട്ട്പുട്ട് 2 എടുക്കുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഗ്യാപ്പിലും കൂടെ ഫില്ല് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മളിവിടെ നോക്കിയാൽ ഇത് 19 ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും കൂടി വരണമെങ്കിൽ അവിടെ 20 ടൈംസ് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത പ്രോഗ്രാമിങ്ങിൽ ഇവിടെ 4 എന്നുള്ളിടത്ത് 20 എന്ന് ടൈപ്പ് ചെയ്യാം. 20 എന്ന് ടൈപ്പ് ചെയ്തു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന കളർ ചേഞ്ച് ചെയ്യാനാണ്. കളറ് ഇവിടെ തന്നിരിക്കുന്നത്, ബോർഡർ തന്നിരിക്കുന്നത് ഗ്രീനും. അപ്പോൾ നമ്മളിവിടെ കൊടുക്കേണ്ടത് റെഡ് എന്നുള്ളിടത്ത് ഗ്രീൻ കൊടുക്കുക. അപ്പം ഇവിടെ നോക്കിയാൽ കാണാം ഉള്ളിൽ റെഡാണുള്ളത്. അപ്പോൾ നമ്മളിവിടെ റെഡ് എന്ന് കൊടുക്കാം. യെല്ലോ മാറ്റിയിട്ട് റെഡ് എന്ന് കൊടുത്തു. അപ്പോൾ ഇത്രയും ചേഞ്ചസ് ആണ് വരുത്തേണ്ടത്. നമുക്കൊന്നെങ്കിൽ ഫയൽ സേവ് എന്ന് കൊടുക്കാം, ഇല്ലെങ്കിൽ ജസ്റ്റ് റൺ മൊഡ്യൂൾ കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ഈ ചെയ്ത ചേഞ്ചസ് സേവ് ആവുന്നുണ്ട്. അവിടെ ഓക്കെ പ്രസ് ചെയ്താൽ മാത്രം മതി. അപ്പം ഇവിടെ ഈ പ്രോഗ്രാം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 2 മെത്തേഡിൽ ഏത് വേണമെങ്കിലും നമുക്ക് സേവ് ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. തന്നിരിക്കുന്ന ഫയലിൽ നമ്മൾ ആദ്യം ചെയ്തു വെച്ച ഫയലിലേക്ക് തന്നെയാണ് രണ്ടാമത്തെ ഫയലും സേവ് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ ഔട്ട്പുട്ട് 2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.